രാഖി, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ജനം TV എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ പോകാൻ പോകുന്നത്. BJP പ്രവർത്തകരെ ആക്രമിക്കാൻ മുൻകൈയെടുത്ത വട്ടിയൂർക്കാവ് SHO വിപിൻ AC-ക്ക് സംരക്ഷണം ഒരുക്കുന്നത് CPM നേതാക്കൾ. ചെങ്ങന്നൂർ SHO ആയിരുന്ന സമയത്ത് നിക്കറും ബനിയനുമിട്ട വനിതകൾക്ക് മുൻപിൽ കേസ് പരിഹരിക്കാനെത്തിയപ്പോൾ ലൈംഗികാവയവം പ്രദർശിപ്പിച്ചെന്ന ഗുരുതര പരാതിയും ഉയർന്നിരുന്നു. എന്നാൽ ഇതിനെതിരായ പരാതിയിൽ ഇതുവരെ നടപടിയില്ല. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തൊരു നാണക്കേടാണ് വിനീഷ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ നിക്കറും ബനിയനും ഇട്ടുകൊണ്ട് വരുന്നത് മറ്റു പലതും എനിക്ക് വിനീഷിനോട് ചോദിക്കാൻ സാധിക്കില്ല. എന്തായാലും അങ്ങേയറ്റം നാണക്കേടെന്നല്ലാതെ മറ്റൊരു തരത്തിലും ഈ വാർത്തയെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഈ നാണം കെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ നാണം കെടുന്നത് CPM കൂടിയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള പോലീസ് ആഭാസന്മാർക്ക് CPM സംരക്ഷണം ഒരുക്കുന്നത്? എന്തുകൊണ്ടാണ് BJP പ്രവർത്തകരെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ധൈര്യം ഈ സർക്കാരിന്റെ കീഴിലുള്ള ഈ പാർട്ടി നൽകുന്നത്? ആരെയൊക്കെ സംരക്ഷിക്കാൻ, ആരെയൊക്കെ പെടുത്താൻ? വിനീഷ്. തീർച്ചയായിട്ടും വളരെ ലജ്ജാകരമായ രീതിയിൽ കേരളം തലകുനിക്കുന്ന തരത്തിലാണ് ഒരു CIയുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ്റെ HSO ആയിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ചെങ്ങന്നൂരിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ ചുമതല വഹിക്കുന്ന സമയത്താണ് വിപിൻ ഇത്തരത്തിൽ വളരെ ഗുരുതരമായ തരത്തിൽ ഒരു കേസ് പരിഹരിക്കാൻ സ്ത്രീകളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിക്കറും ബനിയനും എത്തുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്ത്രീ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. നിലവിൽ കളക്ടർക്കും പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ പറയുന്നത് ഇത്തരത്തിലാണ്: നിക്കറും ടീഷർട്ടും ഇട്ടാണ് തങ്ങളുടെ പരാതി കേൾക്കാനായി CI എത്തുന്നത്. ഈ CI എത്തുന്ന സമയത്ത് ടീഷർട്ടും നിക്കറും ഇട്ട് എത്തുന്നു. അതിനുശേഷം പോലീസിൻ്റെ ആ ഒരു ക്യാബിനിലേക്ക്, CIയുടെ റൂമിലേക്ക് തങ്ങളെ വിളിക്കുന്നു. വിളിച്ചതിന് ശേഷം ഇദ്ദേഹം ഇരുന്നതാകട്ടെ തൻ്റെ ലൈംഗിക അവയവം പ്രദർശിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിലാണ്. ആ കസേരയിൽ ഇരുന്നു കൊണ്ടാണ് സ്ത്രീകൾക്ക് മുന്നിൽ പരാതി കേട്ടത് എന്നതാണ് ഈ വിപിനെതിരായ ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നത്. ആ പരാതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 16/2/2026 തന്നെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കും ഈ സ്ത്രീകൾ നൽകുന്ന സാഹചര്യമുണ്ടായി. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കും ഒപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ അന്ന് തന്നെ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. ആ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോൾ ആ പരാതിക്കാരി ശരണ്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഈ വിപിൻ്റെ ഈ ഒരു പ്രവർത്തിക്ക് താങ്കൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ പരാതിയുമായി മുന്നോട്ട് പോയപ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ പ്രതികരിച്ചത്? എങ്ങനെയാണ് താങ്കൾക്ക് ആ ദുരനുഭവം ഉണ്ടായത്? പറയാൻ സാധിക്കുമെങ്കിൽ. അതെ മാഡം, ഞാൻ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ ഈ പോലീസുകാർ വിളിച്ചത് പ്രകാരമാണ് നമ്മളവിടെ ചെല്ലുന്നത്. ഞങ്ങൾ ഏകദേശം മൂന്ന് സ്ത്രീകളോളം ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പം ചെങ്ങന്നൂർ ഏകദേശം രാത്രി 1:30 സമയത്ത് ഞങ്ങൾക്ക് അവിടെ ചെല്ലേണ്ട ഒരു സാഹചര്യമായിരുന്നു. കാരണം ഒരു നിരപരാധിയായ ഒരു കുട്ടിയെ പിടിച്ച് ആംബുലൻസിലാക്കി മെന്റൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഒരു സാഹചര്യമായിരുന്നു. അതെൻ്റെ വല്യമ്മയുടെ കൊച്ചുമകളായിരുന്നു. അപ്പോൾ അവളെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ആ സ്റ്റേഷനിൽ കിടന്ന് നിലവിളിക്കുകയും എൻ്റെ ആൻറ്റി എന്നെ സഹായിക്കാൻ വരുമെന്ന് പറഞ്ഞ്, അങ്ങനെ പോലീസുകാരും പറഞ്ഞ് എത്രയും പെട്ടെന്ന് ശരണ്യ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് രഞ്ജിത എന്നാണ്. അപ്പോൾ അവൾ രഞ്ജിത ആൻറ്റി എന്നാണ് എന്നെ ഈ കുട്ടി വിളിക്കാറുള്ളത്. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് അവിടേക്ക് ഓടി ചെല്ലുകയായിരുന്നു. അപ്പോൾ ചെല്ലുന്ന സാഹചര്യത്തിൽ അവിടെ SHO അവിടെ രാത്രി ആയതുകൊണ്ട് ഇല്ല എന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യണം, SHO രാവിലെ വന്നിട്ട് SHOയോടും കൂടെ ചോദിച്ച് എന്താ തീരുമാനം എടുക്കണ്ടേ, ഈ നിഷായെ നിങ്ങളുടെ കൂടെ വിടണോ വേണ്ടായോ എന്ന് എന്നിട്ട് തീരുമാനിക്കാമെന്ന് കരുതിയിട്ടാണ് എന്നെ അവിടെ പിടിച്ച് അവർ നിർത്തിയത്. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, വലിയ ദൂരമില്ല, ഞാൻ മാവേലിക്കരയിലാണ്, അപ്പം പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അല്ല, SHO അതിരാവിലെ തന്നെ ഇവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രാത്രി 1:30 മുതലേ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം സ്റ്റേഷനിൽ നിന്നും ഈ വിപിൻ എന്ന് പറയുന്ന SHOയെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട് 3 സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. അദ്ദേഹം വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ കുട്ടിനിക്കർ വിട്ട് ഈ ടീഷർട്ട് വിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അപ്പം എനിക്ക് ശരിക്കും ഇദ്ദേഹത്തെ മുൻപരിചയമില്ല, ഞങ്ങൾക്ക് ആർക്കും പരിചയമില്ല, നിഷയ്ക്കും ഇല്ല, ഞങ്ങൾക്കാർക്കും ഇല്ല. അപ്പം ഞാനിവിടെ നിന്നപ്പോഴത്തേക്കിന് ഈ പോലീസ് വണ്ടിയിൽ ഇദ്ദേഹം വന്ന് ഇറങ്ങുകയാണ്. ഒരു ചെറിയൊരു നിക്കർ നോക്കിയിട്ടുണ്ട്, അകത്തോട്ട് കയറി പോകുന്നു. ഞങ്ങളെ പിന്നീട് ഇദ്ദേഹത്തിന്റെ റൂമിലേക്ക് വിളിച്ചു. കാരണം മണിക്കൂറുകളോളം ഇദ്ദേഹം ഞങ്ങളോട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെങ്ങന്നൂർ
കോടതി 2021 മുതൽ നടക്കുന്ന ഒരു കേസാണ്. അതിലെ വാദിയാണ് ഈ കുട്ടി. ബാക്കി നിൽക്കുന്ന എല്ലാം പ്രതികളാണ്. ഈ പ്രതികൾ ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി ഈ കുട്ടിയെ നിർബന്ധിക്കുകയും ഈ കുട്ടി സമ്മതിക്കാതിരുന്നപ്പോൾ ഇത് മെന്റൽ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പലരും ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ആക്കാനും കോടതിയുടെ പ്രത്യേക ഒരു ഉത്തരവില്ലാതെ കോടതിയിൽ കേസ് റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കോടതിയുടെ ഒരു ഉത്തരവില്ലാതെയാണ് ഈ കുട്ടിയെ ബലമായി വിപിനെ SHO പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പൊ ഇത് ഞാൻ FIR ഉൾപ്പെടെ ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി, സാറേ ഇങ്ങനെ ഒരു കേസ് നിലവിലുണ്ട്, അതുകൊണ്ട് പ്രത്യേക കോടതിയുടെ ഉത്തരവില്ലാതെ ഈ കുട്ടിയെ കൊണ്ടുവരുത്. പക്ഷെ അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ ആംബുലൻസ് വന്ന് കിടക്കുകയായിരുന്നു. അതെല്ലാം CCTV ദൃശ്യങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം ഈ ആംബുലൻസ് കിടക്കുന്നത്. ഞാൻ ഇന്നും വളരെ ഞാനൊരു ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഈ ഒരു കാര്യം ഈ കുട്ടിനിക്കർ ഇട്ടു എന്നുള്ളതിന്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ അഡ്വക്കേറ്റിന് അയച്ചു കൊടുത്തു. ഈ അഡ്വക്കേറ്റ്, കാരണം എനിക്ക് ഇദ്ദേഹത്തെ CA ആണെന്ന് മുൻപരിചയമില്ല, എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റിന് ചോദിച്ചു, ഇത് CA തന്നെയാണോ? ഞങ്ങളെ മണിക്കൂറുകളോളം ഈ സ്റ്റേഷനിൽ ഇരുത്തി ചോദ്യം ചെയ്യുകയാണ്, കാരണം ഈ പരാതിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു നീതിയും കിട്ടുന്നില്ല എന്ന്. അപ്പം പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വീഡിയോ ഈ അഡ്വക്കേറ്റാണ് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് ഇടിയിച്ചത്. എന്നിട്ട് നിരപരാധിയായ ഞാൻ ഈ വീഡിയോ പ്രദർശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പേരിൽ ഇദ്ദേഹം കേസെടുക്കുകയും അന്നു മുതൽ വെൺമണി CA രാജേഷിനെ കൊണ്ട് എന്നെ നിരന്തരമായി എന്നെ മാനസികപീഡനം നടത്തുകയും എന്നെ വിപിൻ അവിടെ എത്തിയപ്പോൾ SHO അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? ഏത് രീതിയിലായിരുന്നു സമീപനം? വളരെ അശ്ലീലപരമായ നോട്ടങ്ങളും ചിരികളും ആഭാസ രീതിയിലുള്ള നോട്ടവും ചിരിയും. എൻ്റെ Instagram ID തരാമോ എന്ന് ചോദിക്കുക. ഇതെല്ലാം CCTV ദൃശ്യങ്ങളിലുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളെ കാണിക്കാതെ ഇവർ മാത്രം ഈ CCTV, ഞാനിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ വിവരാശം വഴി ഇതെല്ലാം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളത് എടുക്കുന്നുമുണ്ട്. അപ്പം അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾക്ക് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു സ്ത്രീയാണ്, മാഡൻ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, 2 പെൺകുഞ്ഞുങ്ങളുടെ. എന്നെ വധഭീഷണി നടത്തുവാണ് ഇപ്പോൾ SHO വിപിന്. അദ്ദേഹം ഒരു ക്രിമിനലാണ്, ഒരു ഗുണ്ടയാണ്. എന്റെ ജീവന് വരെ ഇപ്പം ഭീഷണിയാണ്. പിന്നെ അനിൽ ഓച്ചിറ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ഗുണ്ടയെ വെച്ചിട്ട് എന്റെ ജീവൻ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യ, വിഷമിക്കണ്ട. ഈ ഘട്ടത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഞങ്ങൾ എല്ലാവരും ശരണ്യയ്ക്കൊപ്പമുണ്ട്. എന്തായാലും ശരണ്യയ്ക്ക് നീതി ലഭിക്കും വരെ ജനം TV ഞങ്ങളുടെ പോരാട്ടം തുടരും. എന്തായാലും ശരണ്യ ഇപ്പോൾ വീഡിയോ ചിത്രീകരിച്ചതിന് അത്തരത്തിലുള്ള അതിലൊരു തെറ്റുമില്ല. പോലീസ് സ്റ്റേഷനിൽ വരേണ്ട, പോലീസ് ഇടേണ്ട വേഷം ഇതല്ല. എന്തായാലും ശരണ്യ ധൈര്യമായിരിക്കുക. ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട്. ഈ പരാതിയുമായി മുന്നോട്ട് പോകുക. ശരണ്യയ്ക്ക് നീതി കിട്ടും വരെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകും. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട. അപ്പോൾ ശരണ്യ ധൈര്യമായിരിക്കുക. രാഖി, അവസരത്തിൽ പ്രതികരിച്ചതിന് നന്ദി ശരണ്യ. വിനീഷിലേക്ക് കൂടി പോകുന്നു. വിനീഷ്, അവർ വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ശരണ്യ സംസാരിച്ചത് കേട്ടല്ലോ. വിനീഷ് ആത്മഹത്യയുടെ വക്കീലാണ് എന്ന് പറയുന്നു. എന്തായാലും അത്തരമൊരു ചിന്തയ്ക്കൊന്നും ഇവിടെ അടിസ്ഥാനമില്ല. തീർച്ചയായും ായി തന്നെ മുന്നോട്ട് പോകണം. തെറ്റ് ചെയ്തവരാണ് ഇതിൽ ശിക്ഷിക്കപ്പെടേണ്ടത്. ശരണി ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. ആ വീഡിയോ പ്രചരിപ്പിച്ചത് വക്കീലാണ്. എന്തായാലും ആ വീഡിയോ എടുത്തതിൽ എന്താണ് തെറ്റ്? കേരള പോലീസ് സ്റ്റേഷനിലുള്ളിൽ വരേണ്ടത് ഈ വേഷത്തിലാണോ? അതോ മറ്റേ തേങ്ങ മോഷ്ടിച്ച പ്രതിയെ പോലെ കുട്ടി നിക്കറുവിട്ട് പോലീസ് ജീപ്പിൽ വന്നിറങ്ങേണ്ടതാണോ? ഈ പരാതിക്കാർക്ക് പോലും മനസ്സിലാവുന്നത് ഇത് പോലീസ് ഉദ്യോഗസ്ഥനാണോ അതോ മോഷ്ടിച്ച് എവിടെന്നെങ്കിലും ഇറങ്ങി വരുന്ന കള്ളനാണോ? എന്തായാലും വിനീഷെ, ഈ പരാതിയുമായി തന്നെ യുവതി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണി, വധഭീഷണി അടക്കം നേരിട്ടിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടെ ആരുമില്ലല്ലോ. വിനീഷ്, എന്തൊരു കഷ്ടമാണ്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ആദ്യഘട്ടം മുതൽ സൂചിപ്പിക്കുന്നത്. കാരണം ഉന്നത CPM നേതാക്കളുടെ ഒരു ഇടപെടലാണ് ഈ വിപിനെതിരായ പരാതിയിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണമോ നടപടിയിലേക്കോ കടക്കാത്തത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. ഇനി കൂടുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെങ്ങന്നൂരിലെ തന്നെ മന്ത്രിയായിരുന്ന സജി ചെറിയാൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോഴും വിപിൻ അവിടെ അങ്ങനെ വിലസുന്നത്. അതിനുശേഷമാണ് വിപിൻ വട്ടിയൂർക്കാവ് പോലീസിലേക്ക് എത്തുന്നത്. വിപിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കടുത്ത CPM പ്രവർത്തകനാണ്. അങ്ങനെയാണ് ഈ സജി ചെറിയാനുമായിട്ടുള്ള അടുത്ത ബന്ധം വിപിൻ വച്ചു പുലർത്തുന്നത്. ഇതിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് വിപിൻ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ SHO ആയിരുന്ന സമയത്ത് ഇദ്ദേഹം നടത്തിയ ഒരു ഇടപെടലാണ് നമ്മൾ ഉദാഹരണ സഹിതം തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നത്. ആ സ്ത്രീയോട് അപമര്യാദയെ പെരുമാറി. ഒപ്പം തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഒരു പോലീസ് ഡ്രസ് എന്ന് പറയുന്ന ഒരു കോഡ്, പോലീസ് കോഡ് അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ പാടില്ല, ആ ഒരു
സാഹചര്യം നിലനിൽക്കെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെത്തിയത് സ്ത്രീകളുടെ പരാതി കേൾക്കാൻ എത്തിയതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ സ്ത്രീകളുടെ പരാതി കേൾക്കാൻ എത്തുന്നത് കുട്ടി നിക്കറും ബനിയനും ഇട്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ലൈംഗിക അവയവം പ്രദർശിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിൽ ആ പരാതിയിൽ കളക്ടർക്കും പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്കും നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ലൈംഗിക അവയവം പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു ഈ സ്ത്രീകൾക്ക് മുന്നിൽ പരാതി കേട്ടത്. അതിനുശേഷം ഈ സ്ത്രീകളോട് ഇൻസ്റ്റാഗ്രാം ID ചോദിക്കുന്നു. അതിനുശേഷം അശ്ലീലമായ നോട്ടങ്ങൾ നോക്കുന്നു, അശ്ലീലമായ രീതിയിൽ ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രവണതയായിരുന്നു ബിബിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതേ പരാതി ബിബിനെതിരെ ജില്ലാ കളക്ടർക്കും പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്കും നൽകിയിട്ടും ഇതുവരെയും നടപടിയില്ല. 2-ാം മാസത്തിൽ 16-ാം തീയതിയാണ് പരാതി നൽകുന്നത്. ആ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടാകുന്നില്ല. തൊട്ടു പിന്നാലെയാണ് ബിബിൻ തുടർന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് ബിബിൻ BJP പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുകയും BJP പ്രവർത്തകർക്ക് നേരെ കേസെടുക്കുകയും ഇലക്ഷൻ സമയത്ത് BJP പ്രവർത്തകർക്ക് പ്രചരണം നടത്താനുള്ള അനുമതി പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവകാശങ്ങൾ വരെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ബിബിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെ ബിബിനെ മൊത്തത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന വ്യക്തി, ഇത്തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ടായിട്ടും ഇതുവരെയും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ സ്ത്രീ കഴിഞ്ഞ ദിവസം തന്നെ, ശരണ്യ എന്ന് പറയുന്ന ഈ സ്ത്രീ കഴിഞ്ഞ ദിവസം തന്നെ DGPക്കും ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും ബിബിനെതിരെ വീണ്ടും പരാതിയുമായി രംഗത്തെത്തി. എന്നിട്ട് പോലും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഉന്നത ഇടപെടൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി സജി ചെറിയാനുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധവും അടുപ്പക്കാരനെന്നുള്ള നിലപാടിലുമാണ് ഇപ്പോഴും സംരക്ഷണതയിൽ കഴിയുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ബിബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ക്ഷേത്രത്തിൽ കയറി വട്ടിയൂർക്കാവിലെ ആ നെട്ടയത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറി ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ലംഘിക്കുന്ന തരത്തിൽ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികളുടെ പുരാണ ഗ്രന്ഥങ്ങളെ വരെ വലിച്ചെറിയുന്ന തരത്തിൽ മതപാഠശാലയ്ക്കുള്ളിൽ അക്രമം കാട്ടിയ ഒരു CAയുടെ പിന്നാമ്പുറ കഥകളാണ് ഇപ്പോൾ ജനൻ TV പുറത്തു കൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കുന്നു. എന്നാലും ഇപ്പോഴും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ BJPയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ നിരവധി പരാതികൾ നേരത്തെ നമ്മളിപ്പോൾ പുറത്തു കൊണ്ടുവന്നത് ഒരു പരാതിയെങ്കിൽ അത്തരത്തിൽ ബിബിൻ്റെ ഭാഗത്തുനിന്ന് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന തരത്തിലുള്ള നിരവധി പരാതികൾ നേരത്തെ തന്നെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും ആ പരാതികൾ കേൾക്കുന്നത് കംപ്ലൈൻറ്റ് അതോറിറ്റി പല ഘട്ടങ്ങളിലായി അതിനെ മാറ്റി വയ്ക്കുന്നു എന്നതാണ് നമുക്ക് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായിരുന്നാലും മറ്റു ചിലർ ബിബിനെതിരെ ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല, ഭയമാണ്. പക്ഷേ ശരണ്യ ആണ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, അവരെ നിരന്തരമായി ബിബിൻ ഇത്തരത്തിൽ കുട്ടി നിക്കറും ബനിയനും ഇട്ടു വന്ന ദൃശ്യങ്ങൾ അവർ എടുത്തു എന്ന തരത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശരണ്യെ വിനീഷ് ശരണ്യയോടൊപ്പം തന്നെ തുടരുക. നമ്മൾ എല്ലാവരും ശരണ്യയ്ക്കൊപ്പം നിൽക്കേണ്ട സമയമാണ്. നമുക്ക് ശരണ്യയ്ക്ക് നീതി ലഭിക്കും വരെ നമുക്ക് ശരണ്യയോടൊപ്പം തന്നെ തുടരണം. ഇത്തരത്തിലുള്ള SHOമാരുടെ തനിനിറം, തനിമുഖം അത് പ്രേക്ഷകർക്ക് മുന്നിൽ ജനം TV ഇനിയും വലിച്ചു കീറുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അശ്വതി, സാധാരണ ഈ ഓട്ടോ തൊഴിലാളികൾ ഈ യാത്രക്കാരുമായി പോകുമ്പോൾ അവർ ആ യൂണിഫോം ഇട്ടില്ല എന്ന് പറഞ്ഞ് പെറ്റിയടിക്കുന്ന, അല്ലെങ്കിൽ അവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്ന MVD ഉദ്യോഗസ്ഥരുള്ള കേരളമാണ്. അവിടെയാണ് ഈ SHO ഈ യൂണിഫോം ഇല്ലാതെ, അതും തോന്നിയ വാസത്തിൽ വസ്ത്രം ധരിച്ച് അവിടെ എത്തി ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്ന് ഇൻസ്റ്റാഗ്രാം ID ഉണ്ടോ, ഫോൺ നമ്പർ തരോ? ഇതൊക്കെയാണ് അദ്ദേഹത്തിന്. ഒരാൾ പരാതി നൽകാൻ എത്തുമ്പോൾ അദ്ദേഹത്തിന് പരാതിയെ പറ്റി അറിയാറുണ്ടോ? 1 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം ID തരുമോ, അല്ലെങ്കിൽ ഫോൺ നമ്പർ സൗഹൃദ പോലീസ് സ്റ്റേഷൻസ് ഉള്ളത് എന്നാണ് അവരുടെ അവകാശവാദം. എന്തായാലും ഇതൊക്കെ നമ്മുടെ ആഭ്യന്തര മന്ത്രി അറിയണം, അല്ലേ? അതെ, ആഭ്യന്തര വകുപ്പ് അറിയണം. ഇത്തരം പോലീസുകാരെന്നൊന്നും ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, പോലീസ് ആഭാസന്മാർക്ക് കടിഞ്ഞാണിട്ടേ പറ്റുള്ളൂ. ഇവരെയൊക്കെ ക്യാമ്പിലെ ഇത്ര 1 വർഷത്തോളം നിർത്തി കൃത്യമായ ചിട്ടകളും മര്യാദകളും ഒക്കെ പഠിപ്പിച്ച് മര്യാദ കുട്ടന്മാരായിട്ടാണ് ഇറക്കുന്നത് പോലീസ്. അവർ ചിലർ, എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, പക്ഷെ ചിലർ ജോലിയിലേക്ക് കടക്കുമ്പോൾ എന്തോ ആയിപ്പോയി എന്നുള്ള തോന്നൽ കൊണ്ടാകാം അവർ അവരുടെ തോന്നിവാസത്തിന് പോകുന്നു. പക്ഷേ അവിടെ കടിഞ്ഞാടിടേണ്ടത് നമ്മുടെ സർക്കാരാണ്, ആഭ്യന്തര വകുപ്പാണ്.
ആ ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിലേക്കാണ് ഈ വിഷയം പെടുത്തുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം.